നമുക്കൊരു പരാതി പെട്ടി അവിടെ വെച്ചിരുന്നു. ഏറ്റവും കൂടുതൽ പരാതി കിട്ടിയിരിക്കുന്ന ആരെ കുറിച്ചാണെന്ന് പറയാം? ഇത് മുഴുവൻ ഇവരെ കുറിച്ചുള്ള പരാതികളാ. മസ്താനെ കുറിച്ചുള്ള പരാതി പറഞ്ഞവരൊക്കെ ഒന്ന് എണീക്കോ? എന്തെങ്കിലും പരാതിക്ക് മറുപടി ഉണ്ടോ മസ്താനിക്ക്? എന്തൊക്കെയായിരുന്നു പരാതി? അതിനകത്തൊരു ആക്കലുണ്ടല്ലോ. അതായത് ബേസിക് ആയിട്ട് പുറത്തുനിന്നുള്ള വിഷയങ്ങൾ ഇവിടെ വന്ന് സംസാരിച്ചു എന്നുള്ളതാണ്. ചെയ്തിട്ടില്ല. ഞാൻ ഗെയിംസ് കണ്ട ഗെയിമുകൾ. നീ ഒന്നും പണയണ്ട. അക്ബർ, എന്തായിരുന്നു അക്ബറിന്റെ പരാതി? ഭക്ഷണം കഴിക്കാൻ വലിയ നാവാണ്. എന്താ കഴിച്ച ഭക്ഷണം, അതായത് വെസൽ ടീം ആയിരിക്കെ കഴിച്ച ആ പ്ലേറ്റ് കഴുകി വെക്കാനില്ല. അതായത് പുതിയ പരാതി എഴുതിക്കോ. അല്ല, എന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. മകളെ, നിനക്ക് ഇത് തന്നെയാണോ പണി? ഫേക്ക് ആണ്, യു ആർ ലൈക്ക് യു ഫേക്ക്, യു ലുക്ക് പ്ലാസ്റ്റിക്. എന്റെ ഭയ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഇവള് പറയുന്ന അനുമോളാണ് ഇവളോട് പറഞ്ഞത്. ബട്ട് എന്താ ഉറക്കം വരുന്നു. ഇവൾ തന്നെ ഡയറക്ട്ലി ആയിരുന്നു പറഞ്ഞത്. അല്ല, അനുമോള് വന്ന് ഇങ്ങോട്ട് എന്നോട് ചെവിയിൽ പറഞ്ഞു. ഞാനത് അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്. മസ്താനി, നമുക്ക് ഇത് ഒരു നല്ല പ്രവൃത്തിയായിട്ട് തോന്നില്ല. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. കാര്യം ബാക്കി എല്ലാവർക്കും മസ്താനിയെ കുറിച്ച് കംപ്ലൈന്റ് ആണ്. ഏറ്റവും കൂടുതൽ പരാതി പെട്ടിയിൽ വന്നിരിക്കുന്ന കംപ്ലൈന്റ് ആണ്. അപ്പം തമാശരിക്കുള്ളൂ. മസ്താനിയെ ശരി, ഓക്കെ, ഇരുന്നോളൂ എന്ന് പറയാൻ എനിക്ക് പറ്റില്ല. നമ്മൾ ഒരു ചെറിയൊരു പണിഷ്മെന്റ്, ശിക്ഷ നിങ്ങൾക്ക് തരാൻ പോവാം. അടുത്ത 2 ആഴ്ചയിൽ നിങ്ങൾ എവിക്ഷനിൽ വരും. ഓക്കെ. കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയിൽ ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ.